ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ട്രാവൽസ് ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ബീച്ചിന്റെ വിശേഷവുമായിട്ടാണ്. ഒരു പുഴ വന്ന് കടലിൽ ചേരുന്ന മനോഹരമായിട്ടുള്ള ഒരു അഴിമുഖത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ബീച്ച്. കഴിഞ്ഞ ദിവസം വടകര വഴി ഒന്ന് പോകേണ്ട ആവശ്യം വന്നു. അപ്പോൾ അടുത്തുള്ള ബീച്ച് സെർച്ച് ചെയ്ത് നോക്കി. അപ്പം കണ്ടെത്തിയ ഒരു ബീച്ചാണ്. ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി ബീച്ചാണ്. എല്ലാവരും ഒന്ന് പോയി നോക്കണം. ചില ആളുകളൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, പോയവർക്കറിയാം. നല്ല മനോഹരമായിട്ടുള്ള ബീച്ചാണ്. നല്ല ഇരിപ്പിടങ്ങളും കുറച്ച് സൗകര്യങ്ങളൊക്കെ അവിടെ അതിനുള്ള ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ബീച്ചിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ ബീച്ച് വിശേഷത്തിലേക്ക് പോവാം. അപ്പം പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഉണ്ട്, എവിടെങ്കിലൊക്കെ കയറി ഇരിക്കാനൊക്കെ ഉള്ള ഒരു സമയമുണ്ട്. അപ്പം ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അടുത്ത ബീച്ച് ഏതാണ്. അപ്പോൾ നല്ലൊരു ബീച്ച് കയറുന്നത് വടകര ബീച്ചാണ്. അപ്പം വടകര ബീച്ചിൽ ഞാൻ പോയിട്ടുമില്ല. അപ്പം വടകര ബീച്ചിൽ പോയി കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഹൈവേയിൽ യാത്ര ചെയ്തിട്ട് ഈ ഹൈവേയെ കുറിച്ച് രണ്ടക്ഷരം പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെ മോശമാണ്. അത്രയ്ക്കും സംവിധാനങ്ങളുള്ള, അത്രയ്ക്കും ഫെസിലിറ്റി ഉള്ള ഒരു ഹൈവേ ആണ്. മുമ്പൊക്കെ പോയവർക്കൊക്കെ എല്ലാവർക്കും അറിയാം, കണ്ണൂർ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീതി ഇല്ലാതെ ബ്ലോക്ക് കുടുങ്ങി അതിലൊക്കെ മാറ്റം എത്തിക്കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ കോഴിക്കോടൊക്കെ എത്താനുള്ള ഒരു സൗകര്യമായിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഇനി റോഡ് പണി കംപ്ലീറ്റ് ആവാനുള്ളത്. അപ്പോൾ ഈ റോഡ് സംവിധാനം നമുക്ക് ഒരുക്കി തന്ന ഇതിന്റെ അധികാരികളോട് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്തെന്നാലും കൊടുക്കണം. അത്രയ്ക്കും നല്ല സംവിധാനങ്ങളുള്ള ഒരു ഹൈവേ ആണ്. ഇതിപ്പം കേരളത്തിൽ കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ ഗതാഗത സംവിധാനങ്ങൾക്കൊക്കെ വലിയ ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇങ്ങനത്തെ നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ വരട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം ഞങ്ങൾ നേരെ വടകര ബീച്ചിലേക്ക് പോവാണ്. റോഡ് ഫെസിലിറ്റിയെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇതും പറയാം. ഇത് മാഹി ബൈപ്പാസിൽ ഉള്ള ടോളാണ്. ഒരു കാറ് വൺ സൈഡ് കടന്നു പോകണമെങ്കിൽ 150 രൂപ കൊടുക്കണം. അത് അന്ന് തന്നെ നമ്മൾ റിട്ടേൺ വന്നാലും തിരിച്ച് നമ്മൾ 150 കൊടുക്കണം. 300 രൂപ അപ്പ് ആൻഡ് ഡൗൺ ആവും. അപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത്രയും നല്ല റോഡ് സംവിധാനങ്ങളൊക്കെ തന്നെയല്ലേ. നമ്മൾ എത്തിയിട്ടുള്ളത് വടകര സാൻഡ് ബാങ്ക് ബീച്ചിലാണ്. നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. 10 രൂപയാണ് എൻട്രി പാസ് വരുന്നത് ഇതിനുള്ളിലേക്ക്. എൻട്രി പാസ് ഒക്കെ എടുത്ത് ഇതിനെ ഉള്ളോട്ട് കയറിയപ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള തെങ്ങുതോപ്പാണ്. അതേപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തണൽ മരങ്ങളുണ്ട്. നല്ല ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സഞ്ചാരികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ കളി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ വൃത്തി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ വേറെ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഒരു സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. കോഴിക്കോടുള്ള ബീച്ചുകളിൽ ഒന്ന് കോഴിക്കോട് ബീച്ചാണെങ്കിലും അതേപോലെ തന്നെ കാപ്പാട് ബീച്ചാണെങ്കിലും ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ബീച്ചുകളാണെങ്കിൽ ഈ വടകര സാൻഡ് ബാങ്ക്സ് ബീച്ച് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ബീച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൽ പ്രധാനപ്പെട്ട അതിന്റെ ഒരു ആകർഷണീയത എന്ന് പറയുന്നത് അഴിമുഖം തന്നെയാണ്. ഒരു പുഴ വന്നിട്ട് അറബിക്കടലിനോട് ചേരുന്ന പ്രദേശം, അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അത് നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കുന്ന ഒന്നല്ല, അവിടെ പോയാൽ തന്നെ അതിന്റെ ഫീൽ നമുക്ക് കിട്ടുള്ളൂ. എത്രയോ കണ്ണത്താ ദൂരത്തോളം നമുക്ക് ഇങ്ങനെ പുഴ കാണാം. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നല്ല വീതിയുള്ള പുഴയാണ്. ഓപ്പോസിറ്റ് സൈഡിലുള്ള മണൽത്തിട്ടകൾ, അതേപോലെ തന്നെ തെങ്ങും തോപ്പുകൾ, അതേപോലെ തന്നെ അഴിമുഖം തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ പോയിട്ട് കാണാൻ കഴിയുന്നത്. ഇത് കുറ്റ്യാടി പുഴയാണ്. ഇതിന് കോട്ടപ്പുഴ എന്ന് പറയും. കുഞ്ഞാലി മരക്കാറ കോട്ട ചുറ്റി വീഴുന്നത് കൊണ്ട് കോട്ടപ്പുഴ എന്നും പറയും. ഇത് ഏതാണ്ട് വയനാടൻ മലനിരകൾ, പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഏതാണ്ട് 74 കിലോമീറ്റർ ഒഴുകിയിട്ട് ഈ വടകര വെച്ചിട്ടാണ് ഇത് ഈ അറബിക്കടലിൽ ചേരുന്നത്. അപ്പോൾ ഈ പുഴ സൈഡൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. നമ്മളെ ചരിത്ര കഥയിലെ ധീരപുരുഷൻ, മഹാനായിട്ടുള്ള നാവികൻ കുഞ്ഞാലി മരക്കാരുടെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള മേഖല കൂടിയാണ് ഈ വടകരയൊക്കെ വരുന്നത്. അവരെ തന്ത്രപ്രധാനമായിട്ടുള്ള നാവിക മേഖലയിൽപ്പെട്ട ഉൾപ്പെട്ട പ്രദേശമാണ് ഈ വടകര. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട്. നമ്മളെ അറബിക്കടലിൽ നേരിട്ടടിക്കുന്ന നല്ല അടിപൊളി കാറ്റ്, നല്ല ഒരു എനർജി. ഇവിടെ നിന്ന് കുറെ യാത്ര ചെയ്ത് വരികയാണ്, അതിനെക്കൊണ്ട് തന്നെ നല്ലൊരു എനർജി ഇതിൽ കിട്ടി. പിന്നെ വെച്ചാല് അങ്ങനെ ഇനി ഉച്ചയ്ക്ക് വന്നാലും വലിയ ചൂടൊന്നും ഏൽക്കാൻ സാധ്യത ഇല്ലാത്തൊരു സ്ഥലമാണ്. കാരണം നല്ല തെങ്ങും തോപ്പാണ്. അതേപോലെ തന്നെ
നല്ല മരങ്ങളുണ്ട്, തണൽ മരങ്ങളൊക്കെ ഉണ്ട്. അത് മരത്തിന്റെ ചൂട്ടിലൊക്കെ ഇരിക്കാനുള്ള നല്ല സംവിധാനങ്ങളും എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇത് അങ്ങോട്ട് കയറിയിട്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ബീച്ചിന്റെ ഭാഗത്തിലേക്ക്, ഡയറക്റ്റ് ബീച്ച് ഭാഗത്തിലേക്കാണ് നമ്മൾ എത്തുക. അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഇരിപ്പിടങ്ങളല്ലാത്ത സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ കാർ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ വടകര സാൻഡ് ബാങ്ക്സ് ബീച്ചിലൊക്കെ ഒന്ന് വരിക, നമ്മുടെ അഴിമുഖമൊക്കെ ഒന്ന് കാണാം, നിങ്ങളെ അതിന്റെ മനോഹാരിതയൊക്കെ ഒന്ന് നേരിട്ട് അനുഭവിച്ചറിയാം. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നിർബന്ധമായിട്ട് ഈ ബീച്ചൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.